ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് മൈദമാവ് കൊണ്ട് മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സാധാരണ നമ്മൾ അരിമാവ് കൊണ്ട് മുറുക്ക് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ മൈദമാവ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. മൈദ മുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ മൈദമാവ് എടുത്തിട്ടുണ്ട്. ഈ മൈദമാവ് ഇതുപോലെ കുഴച്ച് മുറുക്കുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പശ കാരണം സേവാനാഴിയിലൂടെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പശ മാറാനായിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി ഇതുപോലെ അങ്ങ് വിരിച്ചു കൊടുക്കാം. കുറച്ച് വലിയതായിട്ട് വേണം തുണി എടുക്കാൻ. അതിലേക്ക് മാവിടാം. ഇനി ഈ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കണം. കെട്ടിയൊന്നും വെക്കേണ്ട, വെറുതെ മൂടി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ അടപ്പിലെ ആവിയുണ്ട്, വെള്ളം വീണിട്ട് മാവ് നനയും. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ച ശേഷം അടച്ചു വെച്ച് ആവി കയറ്റാം. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. മാവിൽ നന്നായിട്ട് ആവിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് ഈ മാവിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല കട്ടയായിട്ടിരിക്കുന്നതായിട്ട് തോന്നും. എന്നാലും ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. അതിനുശേഷം തണുക്കാനായിട്ട് വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഇത് തണുത്ത് വരും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. കട്ടയുണ്ടെങ്കിൽ സേവാനാഴിയിൽ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊന്ന് അരിച്ച് തന്നെ എടുക്കണം. മാവ് ഞാനിപ്പോൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ചെറിയ ജീരകമാണ്. 1 ടീസ്പൂൺ എള്ള് ചേർക്കാം. കറുത്ത എള്ള് ചേർക്കുമ്പോൾ മുറുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഒന്നല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി, പച്ചവെള്ളം മതി. ചൂടുവെള്ളം ഒന്നും വേണ്ട. പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആവി കയറ്റിയിട്ട് മാവ് കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റാണ് ഈ മാവ്. ഇനി മുറുക്കുണ്ടാക്കാനായിട്ട് അതിൻ്റെ മുറുക്കുണ്ടാക്കുന്ന ചില്ല് സേവാനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് നിറയ്ക്കാം. ഈ മുറുക്ക് ചുറ്റാനായിട്ട് ഞാൻ 2-3 രീതിയിൽ കാണിക്കാം. ആദ്യം ഇതുപോലെ പ്ലേറ്റിൽ ചുറ്റി വെച്ചിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കണം. ആദ്യം ഇതുപോലെ വെറുതെ പാത്രത്തിൽ ചുറ്റിയെടുത്താൽ മതി. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് പാടായിരിക്കും. ആദ്യം നല്ല ഷേപ്പൊന്നും കിട്ടില്ല. കുറച്ചെണ്ണം ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമുക്കിത് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. അവസാനം വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ കുറേ എണ്ണം ചുറ്റിച്ച് വെച്ച ശേഷം മാത്രമേ എണ്ണ ചൂടാക്കിയിട്ട് ഇത് പൊരിച്ചെടുക്കാവൂ. അതുപോലെ മാവ് കുഴച്ച് വെച്ച ശേഷം ഒരുപാട് സമയമൊന്നും വെച്ചേക്കരുത്. പെട്ടെന്ന് തന്നെ മുറുക്കുണ്ടാക്കി എടുക്കണം. ഇതുപോലെ 4 എണ്ണം ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പേപ്പറോ അല്ലെങ്കിൽ വാഴയിലയോ ഇതുപോലെ കീറിയിട്ട് അതിലേക്ക് ചുറ്റി വയ്ക്കാം. ഇതാണ് എണ്ണയിലേക്ക് ഇടാനായിട്ട് ഏറ്റവും എളുപ്പം. ഇതുപോലെയാണ്. പ്ലേറ്റിൽ ചുറ്റി വെച്ചാലും ചട്ടുകം കൊണ്ട് എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. ഞാനെപ്പോഴും ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇലയോ അതല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് പേപ്പറോ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ ചുറ്റിച്ച് വെച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി വേറൊരു രീതിയിൽ ഇതുപോലെ ചുറ്റിക്കാനൊക്കെ പാടുള്ളവർക്ക് വേറൊരു രീതിയിൽ കാണിക്കാം.
ഇതുപോലെ പ്ലേറ്റിൽ കുറച്ച് നീളത്തിന് വെറുതെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം ഇതുപോലെ പിടിച്ച് വെച്ച് കൊടുത്താൽ മതി. മാവ് നല്ല പരുവത്തിലാണ് കുഴച്ചെടുക്കുന്നതെങ്കിൽ ഇടയ്ക്ക് പൊട്ടിയൊന്നും പോവില്ല. നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഏറ്റവും എളുപ്പത്തിൽ ചുറ്റിക്കാനൊക്കെ പാടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ 3 രീതിയിൽ മുറുക്ക് ചുറ്റിയെടുക്കാം. ഇതുപോലെ പ്ലേറ്റിൽ ചുറ്റി വയ്ക്കുകയാണെങ്കിൽ ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ എടുത്താൽ മതി. ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇതുപോലെ ചട്ടുകത്തിലേക്ക് മാറ്റിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുറുക്കാണ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇതുണ്ടാക്കാൻ. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കുറേ ദിവസം ഇതുപോലെ തന്നെ ഇരിക്കും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഓണത്തിനൊക്കെ കുറേ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാകും. ഒരു സൈഡൊന്ന് ഫ്രൈ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട. നന്നായിട്ട് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഈ മുറുക്കിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. എണ്ണ നന്നായിട്ട് പോയ ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാം. പിന്നെ ഈ വീഡിയോ കണ്ട ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അടുത്തതും കോരിയെടുക്കാം. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട്, ഒരുപാട് കട്ട് ചെയ്യുന്നില്ല. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. നല്ല ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.